അങ്ങനെ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിന് മെക്സിക്കോ വിരാമമിട്ടു. 5, 10, 15 വർഷങ്ങളല്ല, 40 വർഷങ്ങളാണ് മെക്സിക്കോ കാത്തിരുന്നത്. എന്തിനാണെന്നല്ലേ? വേൾഡ് കപ്പിലെ ഒരു നോക്കൌട്ട് മത്സരം ജയിക്കാൻ. 1986 മെക്സിക്കോയിൽ വെച്ച് തന്നെ നടന്ന മത്സരത്തിൽ ബൾഗേറിയക്കെതിരെയാണ് അവസാനം ഒരു നോക്കൌട്ട് മത്സരം മെക്സിക്കോ ജയിക്കുന്നത്. പിന്നീട് 94 മുതൽ 2018 വരെ 7 നോക്കൌട്ട് മത്സരങ്ങളിൽ തുടർച്ചയായിട്ട് തോൽവി വഴങ്ങി. കഴിഞ്ഞ തവണ 2022 വേൾഡ് കപ്പിൽ, ഖത്തർ വേൾഡ് കപ്പിൽ ആദ്യ റൗണ്ടിൽ തന്നെ പുറത്തായി, നോക്കൌട്ടിലേക്ക് കടന്നത് പോലുമില്ല. എന്നാൽ ഇത്തവണ രണ്ടും കൽപ്പിച്ചാണ് മെക്സിക്കോ വന്നത്. തകർപ്പൻ വിജയം നേടി അവർ അടുത്ത റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. അതായത് ഇക്വഡോറിനെ 2-0 എന്ന സ്കോറിനാണ് മെക്സിക്കോ തകർത്തു വിട്ടത്. 22ാമത്തെ മിനിറ്റിൽ ഹൂലിയൻ കിനോൺസിന്റെ ഒരു കിടിലൻ ഗോളിലൂടെ മെക്സിക്കോ മുന്നിലെത്തുന്നു. 31ാമത്തെ മിനിറ്റിൽ റൗൾ ജിമിനസിന്റെ മറ്റൊരു കിടിലൻ ഗോളിലൂടെ അവർ ലീഡുമുയർത്തി. അങ്ങനെ ആദ്യ പകുതിയിൽ നേടിയ 2 ഗോളുകളുടെ ബലത്തിൽ അവർ അവസാനം വരെ പിടിച്ചു നിന്നു. മത്സരത്തിൽ കൂടുതൽ അവസരങ്ങളെല്ലാം സൃഷ്ടിച്ചത് മെക്സിക്കോ തന്നെയാണ്. എന്നാൽ ഇക്വഡോർ അവരുടെ ഭാഗത്തു നിന്നും ശ്രമങ്ങളൊക്കെ നടത്തി, പക്ഷേ നടന്നില്ല. മറ്റൊരു കാര്യം, ഈ വേൾഡ് കപ്പിൽ ഇതുവരെ ഒറ്റ ഗോൾ പോലും മെക്സിക്കോ വഴങ്ങിയിട്ടില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മെക്സിക്കോയുടെ ഗിൽബർട്ടോ മോറ വേൾഡ് കപ്പിലെ നോക്കൌട്ട് സ്റ്റേജിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായിട്ട് അദ്ദേഹം മാറി. 1ാം സ്ഥാനത്ത് പെലെയാണുള്ളത്. പിന്നീട് മറ്റൊരു സംഭവം കൂടി ഉണ്ടായി. 95ാമത്തെ മിനിറ്റിൽ ഇക്വഡോറിന്റെ ഫിൻകാപ്പി മുഖം പൊത്തി സംസാരിച്ചതിന് റെഡ് കാർഡ് കിട്ടി പുറത്തുപോയി. ഈ വേൾഡ് കപ്പിൽ മുഖം പൊത്തി സംസാരിച്ചതിന് പുറത്തു പോകുന്ന 2ാമത്തെ താരമാണ് ഫിൻകാപ്പി. ഇനി മെക്സിക്കോ ഇംഗ്ലണ്ട് കോങ്കോ മത്സരത്തിലെ വിജയികളെയായിരിക്കും നേരിടുന്നത്.